Good morning, everyone. Today we are going to learn about the new chapter in chemistry, the first chapter in CBSE. Okay, 10th CBSE first chapter ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. The name of our chapter, chemical reactions and equations. Okay, in this chapter we are already studied about different type of chemical reactions, chemical changes in our previous class or in a previous year. Okay, today this chapter mainly focused about different type of chemical reactions, different type of chemical changes, then how to balance a chemical equation and redox reactions, that is oxidation and reduction, etc. Okay. Okay, in a physical change or chemical change, we know that boiling water, evaporation and ice melting, ഇതൊക്കെ എന്താണ് നമുക്കറിയാം. ഇതൊക്കെ ഫിസിക്കൽ ചേഞ്ച് ആണല്ലേ. അതേപോലെ തന്നെ നമുക്ക് പറയാം ബേണിങ് ഫയർവുഡ്, അതേപോലെ മിൽക്ക് കേടായിട്ട് മാറുക, ഇതൊക്കെ എന്താണ് കെമിക്കൽ ചേഞ്ച് ആണ്. അപ്പോൾ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിസിക്കൽ ചേഞ്ച് ആൻഡ് കെമിക്കൽ ചേഞ്ച്? നമുക്ക് ഓൾറെഡി അറിയാം, ഇഫ് എൻ അയൺ തവ ഈസ് എക്സ്പോസ്ഡ് ടു മോയ്സ്ചർ ഇറ്റ് റെസ്റ്റ്, അല്ലേ? നമുക്കറിയാം ഒരു അയണിൻ്റെ തവ നമ്മൾ മോയ്സ്ചറിൻ്റെ പ്രസൻസിൽ അത് റെസ്റ്റ് ആവുന്നുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ഫുഡ് ഐറ്റംസ് അറിയാം. നമ്മൾ കഴിക്കുന്ന ഫുഡ് ഐറ്റംസ് നമ്മുടെ ഇൻസൈഡ് അവർ ബോഡിയിൽ വെച്ചിട്ട് ഒരുപാട് പ്രോസസ്സ് നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇറ്റ് കൺവേർട്ടഡ് ഇൻ ടു യൂസ്ഫുൾ ന്യൂട്രിയൻസ്, സോ മെനി എനർജി ATP മോളിക്യൂൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മളൊരു ഫുഡ് കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം അതിൻ്റെ ടെക്സ്ചേഴ്സും അതേപോലെ തന്നെ ടെക്സ്ചറും ടേസ്റ്റും ഒക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ എന്താണ് കെമിക്കൽ റിയാക്ഷൻ, എന്താണ് ഫിസിക്കൽ ചേഞ്ച്, എന്താണ് കെമിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ, ഫിസിക്കൽ ചേഞ്ച് ദാറ്റ് ഈസ് എ ടെമ്പററി ചേഞ്ച് ആണ്. കെമിക്കൽ ചേഞ്ച് ദാറ്റ് ഈസ് എ പെർമനൻറ്റ് ചേഞ്ച് ആണ്. ടെമ്പററി മീൻസ് താൽക്കാലികമായിട്ടുള്ള ചേഞ്ച്, അല്ലേ? അതായത് അതിൻ്റെ അപ്പിയറൻസിൽ മാത്രമാണ് ഫിസിക്കൽ ചേഞ്ചിൽ വ്യത്യാസം വരിക. ദാറ്റ് മീൻസ് ജസ്റ്റ് ചേഞ്ച് ഇൻ ഷേപ്പ് ആൻഡ് സൈസ് ഓൺലി. ബട്ട് ഇൻ ദ കേസ് ഓഫ് കെമിക്കൽ ചേഞ്ച്, ന്യൂ പ്രോപ്പർട്ടീസ് ആർ ഫോംഡ്. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സബ്സ്റ്റൻസ് ഫുള്ളി ചേഞ്ച്ഡ്. ഓക്കെ, ഇൻ എ ഫിസിക്കൽ ചേഞ്ച് ന്യൂ സബ്സ്റ്റൻസ് ആർ നോട്ട് ഫോംഡ്, but in a chemical change new substance are formed, new molecules are formed, അല്ലേ? അതായത് ആ ഒരു സബ്സ്റ്റൻസിനെ മാറി പുതിയ സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നുള്ളതാണ് കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഫിസിക്കൽ ചേഞ്ച് റിവേഴ്സിബിൾ ആണ്. അതായത് പഴയ രൂപത്തിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. പക്ഷേ പിന്നെ കെമിക്കൽ ചേഞ്ച് നോട്ട് റിവേഴ്സിബിൾ ആണ്, നമുക്കൊരിക്കലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പം പിന്നെ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ന്യൂ പ്രോപ്പർട്ടീസ് ആർ ഫോംഡ് വിച്ച് യൂഷ്വലി കാൻ ബി റിവേഴ്സ്ഡ് by means of physical processes. Okay, chemical reactions involve the breaking and making bonds between atoms to produce new substances. Okay, അപ്പോൾ ഇതാണ് കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ. ഇനി ഇൻ ദിസ് ചാപ്റ്റർ നമുക്കൊരു 3 എക്സ്പെരിമെൻ്റ് തന്നിട്ടുണ്ട്. ദ ഫസ്റ്റ് ആക്ടിവിറ്റി ഈസ് ബേണിംഗ് മാഗ്നീഷ്യം റിബൺ. നമുക്കറിയാം മാഗ്നീഷ്യം റിബണ് ഓക്സിജൻ്റെ പ്രസൻസിൽ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അവിടെ എന്തുണ്ടാവും, ഓക്സിജൻ്റെ ഒരു ലെയർ അതിൻ്റെ അതായത് ഔട്ടർ സർഫേസിൽ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ റിയാക്ഷൻ്റെ പ്രോസസ്സ് അല്ലെങ്കിൽ റിയാക്ഷൻ പ്രോസസ്സ് ക്വിക്കായിട്ട് നടക്കണമെങ്കിൽ ഈ ഓക്സൈഡ് ലെയർ നമ്മൾ എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. അപ്പോൾ ക്ലീൻ എ മാഗ്നീഷ്യം റിബൺ അബൌട്ട് 2 cm ലോങ് ബൈ റബ്ബിങ് ഇറ്റ് വിത്ത് എ സാൻഡ് പേപ്പർ. അപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു മാഗ്നീഷ്യം റിബൺ എടുത്തിട്ട് ഇതിനെ എന്ത് ചെയ്യണം, സാൻഡ് പേപ്പർ വെച്ചിട്ട് റബ്ബ് ചെയ്ത് ക്ലീൻ ചെയ്യണം എന്നുള്ളതാണ് ഫസ്റ്റ് പ്രോസസ്സ്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, ഇതിനെ ഒരു സ്പിരിറ്റ് ലാമ്പോ ഒരു ബർണറോ വെച്ചിട്ട് നമ്മൾ ഇതിനെ ബേൺ ചെയ്യാൻ പോവാണ്. ബേൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് ഇവിടെ, വാട്ട് ഡു യു ഒബ്സർവ്, എന്താണ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ. തീർച്ചയായിട്ടും നമുക്കറിയാം ഇവിടെ ഒബ്സർവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായിരിക്കും, ഇവിടെ ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവുക. യെസ്, മാഗ്നീഷ്യം റിബൺ ബേൺ വിത്ത് എ ഡാസ്ലിംഗ് വൈറ്റ് ഫ്ലെയിം ആൻഡ് ചേഞ്ചസ് ഇൻ ടു വൈറ്റ് പൗഡർ, അല്ലേ? ആ മാഗ്നീഷ്യം റിബൺ പോലെ തന്നെ ഉണ്ടാവോ? ഇല്ല, അത് ചേഞ്ചായി, അതിൻ്റെ മോളിക്യൂൾസ് ഒക്കെ മാറി പുതിയ പ്രോപ്പർട്ടിയായി
അല്ലേ? എന്താണ് നമുക്ക് കിട്ടിയത്? പുതിയ ന്യൂ സബ്സ്റ്റൻസ് ആർ ഫോംഡ്, ദാറ്റ് ഈസ് a white powder. The powder is magnesium oxide. It is formed due to the reaction between magnesium and oxygen present in the air. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് മാഗ്നീഷ്യത്തിൻ്റെ പൗഡറാണ്. മാഗ്നീഷ്യം ഓക്സൈഡ് ആയിട്ടുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാഗ്നീഷ്യം ഓക്സൈഡ് പൗഡറിനെയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ആഷിന് പറയുന്ന പേര് മാഗ്നീഷ്യം ഓക്സൈഡ് എന്നാണ്. ഇനി നമുക്ക് സെക്കൻഡ് ആക്ടിവിറ്റി നോക്കാം. ലെഡ് നൈട്രേറ്റും പൊട്ടാസ്യം അയഡൈഡും തമ്മിലുള്ള റിയാക്ഷനാണ്. ലെഡ് നൈട്രേറ്റ് PbNO3 ട്വൈസ് ആണ്, അതേപോലെ പൊട്ടാസ്യം അയഡൈഡ് Ki ആണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള റിയാക്ഷനിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്, ഞാനൊരു ബീക്കർ എടുത്തിട്ട് ലെഡ് നൈട്രേറ്റ് സൊല്യൂഷനിലേക്ക് പൊട്ടാസ്യം അയഡൈഡ് സൊല്യൂഷൻ ചേർത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഇത് രണ്ടും കളർലെസ് സൊല്യൂഷനാണ്. പക്ഷേ ഇത് രണ്ടും കൂടി ഞാൻ മിക്സ് ചെയ്ത സമയത്ത് എനിക്കവിടെ ഒരു യെല്ലോ കളറിലായിട്ടുള്ള ഒരു പ്രസിപ്പിറ്റേറ്റ് കാണാൻ പറ്റിയെന്നുള്ളതാണ്. യെല്ലോ കളറും ഫോം ചെയ്തു, അതിൽ പ്രസിപ്പിറ്റേറ്റ് നമുക്കവിടെ കിട്ടിയെന്നുള്ളതാണ്. ലെഡ് അയഡൈഡ് എന്ന് പറയുന്നതാണ് എനിക്ക് കിട്ടിയ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എനിക്കവിടെ ലെഡ് അയഡൈഡ് എന്നുള്ള പ്രൊഡക്റ്റാണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ കളറിൽ ചേഞ്ച് വന്നു. ഓക്കെ, പ്രസിപ്പിറ്റേറ്റും ഫോം ചെയ്തു എന്നുള്ളതാണ്. അതാണ് സെക്കൻഡ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ദെൻ തേർഡ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്, ഞാനൊരു കോണിക്കൽ ഫ്ലാസ്ക് എടുത്തു, അതിലേക്ക് ഞാനൊരു കോർക്കൊക്കെ വെച്ച് അടച്ചിട്ടുണ്ട്, അതിലേക്ക് ഞാൻ എന്ത് ചെയ്യാണ്, കുറച്ച് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡോ അല്ലെങ്കിൽ സൾഫ്യൂരിക് ആസിഡോ എന്താവട്ടെ ഞാൻ എടുത്ത് അതിലേക്ക് കുറച്ച് സിങ്കിൻ്റെ ഗ്രാനുൾസിനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ടേക്ക് എ ഫ്യൂ സിങ്ക് ഗ്രാനുൾസ് ഇൻ എ കോണിക്കൽ ഫ്ലാസ്ക്. എന്നിട്ട് എന്ത് ചെയ്തു? ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് ടു ദിസ് ആഡ് ചെയ്തു. എന്നിട്ട് എന്താണ് സംഭവിക്കുന്നത്? ഡു യു ഒബ്സർവ് എനിത്തിങ്? യെസ്, ഞാൻ ആ കോണിക്കൽ ഫ്ലാസ്ക് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് വി ക്യാൻ സീ ദാറ്റ് ബബിൾസ് ആർ ഫോംഡ്. നമുക്ക് എന്ത് കാണാൻ പറ്റി? ബബിൾസ് ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ കഴിഞ്ഞു. അതായത് നമുക്ക് എന്താ കാണാൻ കഴിയുന്നത്? ബബിൾസ് ആർ ഫോംഡ്. ഓക്കെ, ബബിൾസ് ഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഈ ബബിൾസ് ഫോം ചെയ്യുക എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് അവിടെ ഹൈഡ്രജൻ ഫോം ചെയ്തു, ഒരു ഗ്യാസ് ഇവോൾവ് ചെയ്തു എന്നുള്ളതാണ് അവിടെ പറയുന്ന ഒരു കാര്യം. അവിടെ ഒരു ഗ്യാസ് ഇവോൾവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു റിയാക്ഷനിൽ നമുക്ക് കാണാം ഡിഫറെൻ്റ് റിയാക്ഷനുകളാണ് നമ്മളിവിടെ കണ്ടത്. അതിൽ ഓരോ റിയാക്ഷനിലും വ്യത്യാസമാണ് അല്ലേ? ഓരോ റിയാക്ഷനും വ്യത്യാസമാണ്. ഓരോ റിയാക്ഷനിലും നമുക്ക് കാണാൻ കഴിയുന്നത് അതിൻ്റെ സ്റ്റേറ്റിൽ ചേഞ്ച് വരുന്നത് കാണാൻ കഴിഞ്ഞു, കളറിൽ ചേഞ്ച് കാണാൻ കഴിഞ്ഞു, അതേപോലെ തന്നെ ഗ്യാസ് ഇവോൾവ് ചെയ്യുന്നതും കാണാൻ കഴിഞ്ഞു. അതേപോലെ തന്നെ ടെമ്പറേച്ചർ, ഞാനിപ്പോൾ ആ കോണിക്കൽ ഫ്ലാസ്ക് നമ്മുടെ സിങ്ക് ഗ്രാനുൾസ് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏതൊരു മെറ്റലും ഏതൊരു ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ കിട്ടുന്ന ഗ്യാസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഹൈഡ്രജൻ ഗ്യാസ് ആയിരിക്കും. അപ്പോൾ 90% അങ്ങനെയാണ്, ഹൈഡ്രജൻ ഗ്യാസാണ് ഇവോൾവ് ചെയ്യുക. അപ്പോൾ ഈ ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഞാൻ ആ കോണിക്കൽ ഫ്ലാസ്ക് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താണ് നമുക്ക് ഫീൽ ചെയ്തത്? വി ക്യാൻ ഫീൽ ദ ഹീറ്റ്, അതായത് ഭയങ്കരമായിട്ടുള്ള ടെമ്പറേച്ചർ, ഹീറ്റ് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അതിന് കാരണം അവിടെ ഗ്യാസ് ഇവോൾവ് ചെയ്തിട്ടുണ്ട്, ടെമ്പറേച്ചർ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അവിടെ ടെമ്പറേച്ചർ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ദിസ് ഈസ് എൻ എക്സോതെർമിക് റിയാക്ഷൻ ആണെന്ന് കൂടി നമുക്ക് പറയാം. ആ റിയാക്ഷൻ പഠിക്കുന്ന സമയത്ത് എന്താണ് എൻഡോതെർമിക്, എക്സോതെർമിക് എന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വി ക്യാൻ കൺഫേം ദാറ്റ് എ കെമിക്കൽ റിയാക്ഷൻ ടുക്ക് പ്ലേസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ എനിക്ക് കെമിക്കൽ റിയാക്ഷൻ നടന്നു എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ വേർഡ് ഇക്വേഷൻ, അതായത് ഇപ്പോൾ മാഗ്നീഷ്യം ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ട് മാഗ്നീഷ്യം ഓക്സൈഡ് കിട്ടുന്നു എന്നുള്ളതിൻ്റെ വേർഡ് ഇക്വേഷനാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ എഴുതിയിട്ടുള്ളത് അല്ലേ? മാഗ്നീഷ്യം പ്ലസ് ഓക്സിജൻ ഗിവ്സ് മാഗ്നീഷ്യം ഓക്സൈഡ്. അതേപോലെ തന്നെ നമ്മൾ പഠിക്കേണ്ട വേറൊരു കാര്യം, ഏതൊരു റിയാക്ഷൻ നടക്കണമെങ്കിൽ നമുക്കവിടെ റിയാക്റ്റൻറ്റുകൾ വേണം. റിയാക്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു റിയാക്ഷനിൽ എന്താണോ എടുക്കേണ്ടത്, എനിക്കൊരു റിയാക്ഷൻ നടക്കണമെങ്കിൽ എന്തൊക്കെ എടുക്കണം, എന്തൊക്കെ ആണ് എനിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, അതാണ് റിയാക്റ്റൻ്റ് എന്ന് പറയുന്നത്.
അതിൽ നിന്ന് റിയാക്ഷൻ നടന്നതിന് ശേഷം എനിക്ക് കിട്ടുന്നതാണ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് ഇൻ ഹാൻഡ് സൈഡ്, അതായത് ഈ ആരോ മാർക്കിൻ്റെ ലെഫ്റ്റ് ഇൻ ഹാൻഡിലുള്ളതാണ് എന്ത്, റിയാക്റ്റൻ്റ് എന്ന് പറയുന്നത്. അതേപോലെ റൈറ്റ് ഇൻ ഹാൻഡ് സൈഡിലുള്ളതാണ് എന്ത്, പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റിയാക്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ലെഫ്റ്റ് സൈഡിലുള്ളതാണ്, പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ആരോ മാർക്കിൻ്റെ റൈറ്റ് സൈഡിലുള്ളതാണ്. ഓക്കെ, അപ്പോൾ റിയാക്റ്റൻ്റ് എന്താണ്, പ്രൊഡക്റ്റ് എന്താണെന്ന് പഠിച്ചിരിക്കുക. ദെൻ ഇതിൻ്റെ വേർഡ് ഇക്വേഷനാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇനി ഇതിനെ നമുക്ക് വളരെ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ സിമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ ഇനി അങ്ങോട്ട് എഴുതാൻ പോവുക. വേർഡ് ഇക്വേഷന് പകരം നമ്മൾ എന്താണ് അതിനെ സിമ്പിൾ വെച്ചിട്ട് മാഗ്നീഷ്യത്തിൻ്റെ Mgയും കൊടുത്തു, ഓക്സിജൻ്റെ Oയും കൊടുത്തു, എന്നിട്ട് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് MgO. അപ്പോൾ നമുക്ക് ഇങ്ങനെ വളരെ സിംപ്ലിഫൈ ചെയ്തിട്ട്, അതായത് സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഇക്വേഷൻ എന്ന് പറയാം. ഓക്കെ, കെമിക്കൽ ഫോർമുല അല്ലെങ്കിൽ ഇക്വേഷൻ എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എഴുതുക. അപ്പോൾ എന്താണ് റിയാക്റ്റൻ്റ്, എന്താണ് പ്രൊഡക്റ്റ് എന്ന് പഠിച്ചു വെക്കുക. റിയാക്റ്റൻ്റ് സൈഡ് എന്താണെന്നും പ്രൊഡക്റ്റിൻ്റെ സൈഡ് എന്താണെന്നൊക്കെ പഠിച്ചു വെക്കുക. ദ സബ്സ്റ്റൻസ് ദാറ്റ് അണ്ടർഗോ കെമിക്കൽ ചേഞ്ച് ഇൻ ദ റിയാക്ഷൻ, ദാറ്റ് ഈസ് റിയാക്റ്റൻ്റ്. ദ ന്യൂ സബ്സ്റ്റൻസ് ഫോംഡ് ഡ്യൂറിങ് ദ റിയാക്ഷൻ ഈസ് ദി പ്രൊഡക്റ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ നമ്മൾ പറഞ്ഞു, നമുക്ക് കിട്ടുന്ന എല്ലാ ഇക്വേഷനും എന്തായിരിക്കില്ല, ബാലൻസ്ഡ് ആയിരിക്കില്ല അല്ലേ. നമുക്ക് കിട്ടുന്ന എല്ലാ ഇക്വേഷൻസും ബാലൻസ്ഡ് ആയിരിക്കില്ല. അപ്പോൾ നമ്മുടെ ആൻ്റണി ലവോയ്സിയ, നമ്മുടെ ഫാദർ ഓഫ് കെമിസ്ട്രി ആൻ്റണി ലവോയ്സിയ നമുക്കൊരു ലോ പ്രപ്പോസ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ആ ഒരു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പ്രകാരം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, മാസ് ക്യാൻ നൈദർ ബി ഡെസ്ട്രോയിഡ് നോർ ബി ക്രിയേറ്റഡ്. അതായത് മാസിനെ നമുക്ക് ഇല്ലാതാക്കാനും പറ്റില്ല, അതേപോലെ തന്നെ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല എന്നുള്ളതാണ്. ഓക്കെ, ദാറ്റ് മീൻസ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ദ ടോട്ടൽ മാസ് ഓഫ് ദി റിയാക്റ്റൻറ്റ് വിൽ ബി ഈക്വൽ ടു ദി ടോട്ടൽ മാസ് ഓഫ് ദി പ്രൊഡക്റ്റ്. റിയാക്റ്റൻ്റ് സൈഡിൽ എത്രയാണോ കാർബൺ ഉള്ളത് അത് തന്നെയായിരിക്കും പ്രൊഡക്റ്റ് സൈഡിലും കാർബണിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. റിയാക്റ്റൻ്റ് സൈഡിൽ എത്രയാണോ ഹൈഡ്രജൻ ഉള്ളത് അത്ര തന്നെയായിരിക്കും ഹൈഡ്രജനും പ്രൊഡക്റ്റിൽ ഉണ്ടാവുക. അപ്പോൾ അതാണ് ആൻ്റണി ലവോയ്സിയ നമുക്ക് പ്രപ്പോസ് ചെയ്ത് തന്നിട്ടുള്ള ലോ എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് നമ്മളൊരു കെമിക്കൽ ഇക്വേഷൻ, ഹൗ ടു ബാലൻസ് എ കെമിക്കൽ ഇക്വേഷൻ, ദ ടോട്ടൽ മാസ് ഓഫ് ദി എലമെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ ദ പ്രൊഡക്റ്റ് കെമിക്കൽ റിയാക്ഷൻ ഹാസ് ടു ബി ഈക്വൽ ടു ദി മാസ് ഓഫ് ദി എലമെൻറ്റ്സ് ഇൻ പ്രസൻറ്റ് ഇൻ ദ റിയാക്റ്റൻറ്റ് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഈക്വൽ അല്ലാത്ത ഇക്വേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്കെലിറ്റൽ ഇക്വേഷൻ. എന്താ വിളിക്കുക, അതായത് നമുക്കറിയാം ഇവിടെ H2Cl2 ഗിവ്സ് HCl എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം റിയാക്റ്റൻ്റ് സൈഡ് 2 ഹൈഡ്രജൻ ഉണ്ട്, 2 ക്ലോറിൻ ഉണ്ട്. പ്രൊഡക്റ്റ് സൈഡ് 1 ഹൈഡ്രജൻ 1 ക്ലോറിനേ ഉള്ളൂ. ഈസ് ഇറ്റ് ബാലൻസ്ഡ്? നോ, ഇത് ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ അല്ല. സോ ഇത്തരം ഇക്വേഷനെയാണ് നമ്മൾ സ്കെൽറ്റൽ കെമിക്കൽ ഇക്വേഷൻ എന്ന് വിളിക്കുക. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, ബാലൻസ്ഡ് ആക്കി കൊടുക്കണം. ഹൗ ടു ബാലൻസ്, എങ്ങനെയാണ് നമ്മൾ ബാലൻസ് ചെയ്യുക? എങ്ങനെ ബാലൻസ് ചെയ്യുക? ബാലൻസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേകമായിട്ടുള്ളൊരു കാര്യം, ഒരിക്കലും നമുക്ക് ആറ്റത്തിൻ്റെ സൈഡ്, ദാറ്റ് മീൻസ് H2 റൈറ്റ് സൈഡ്, Cl2 റൈറ്റ് സൈഡ്, കണ്ടോ, ഇതാണ് ആറ്റത്തിൻ്റെ സൈഡ്. റൈറ്റ് സൈഡ് എഴുതുന്നതിനെയാണ് നമ്മൾ ആറ്റത്തിൻ്റെ സൈഡ് എന്ന് പറയുക. ഒരിക്കലും ആറ്റത്തിൻ്റെ സൈഡിൽ ഒരു നമ്പേഴ്സ് ഇട്ട് കൊടുക്കാനുള്ള ഒരു റൈറ്റ് നമുക്കില്ല. എപ്പോഴും എവിടെ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ, എപ്പോഴും മോളിക്യൂൾസിൻ്റെ സൈഡിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, മോളിക്യൂൾസിൻ്റെ സൈഡിൽ മാത്രമേ നമ്മൾ നമ്പേഴ്സ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അതായത് ഇക്വേഷൻ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് നമ്പർ ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഒരിക്കലും ഈ റൈറ്റ് സൈഡിൽ ഒരിക്കലും നമ്മൾ എക്സ്ട്രാ നമ്പേഴ്സ് ഇട്ട് കൊടുക്കാൻ പാടില്ല. മോളിക്യൂൾസിൻ്റെ സൈഡ് എന്ന് പറഞ്ഞാൽ ഇതാ ഈ കാണുന്ന ലെഫ്റ്റ് സൈഡാണ് മോളിക്യൂൾസിൻ്റെ സൈഡ്. അവിടെ വേണമെങ്കിൽ നമുക്ക് നമ്പേഴ്സ് ഇട്ട് കൊടുക്കാം. അങ്ങനെയാണ് നമ്മൾ ബാലൻസ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ റിയാക്റ്റൻ്റ് സൈഡിൽ ഹൈഡ്രജൻ 2 ഉണ്ട്, ക്ലോറിനും 2 ഉണ്ട്. പ്രൊഡക്റ്റ് സൈഡിലാണ് ഇല്ലാത്തത്. അപ്പോൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഒരു 2 ഇട്ട് കൊടുക്കുകയാണ്. ബാലൻസ് ആവുമോ നോക്കാം. അപ്പോൾ ഈ 2 എന്ന് പറയുന്നത്, ഈ HCl എന്ന് പറയുന്നത് ഒരൊറ്റ ആളാണ്, അത് ഒരൊറ്റ കോമ്പൗണ്ട് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് 2 പേർക്കും ബാധകമാണ്. ഹൈഡ്രജനും ബാധകമാണ്, ക്ലോറിനും ബാധകമാണ്. ഹൈഡ്രജൻ 2 × 1 നമുക്കറിയാം. നമ്മുടെ കെമിസ്ട്രിയിൽ HCl എന്ന് എഴുതിയാൽ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരു എലമെൻറ്റിൻ്റെ താഴെ നമ്പേഴ്സ് ഒന്നുമില്ല, വെറും എന്താണ് എലമെൻറ്റിൻ്റെ സിമ്പൽ മാത്രമേ ഉള്ളൂ എങ്കിൽ ദാറ്റ് മീൻസ് അവിടെ 1 ഉണ്ട് എന്നാണ്. അതായത് ഇവിടെ ഹൈഡ്രജനും 1 ഉണ്ട്, ക്ലോറിനും 1 ഉണ്ട് എന്നാണ് അർത്ഥം. അവിടെ 1 തന്നെ റെപ്രസെൻറ്റ് ചെയ്യൂല, പക്ഷേ ദാറ്റ് മീൻസ് അവിടെ 1 ഉണ്ട് എന്നാണ്.
അപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യുക. അപ്പോൾ 1 ഹൈഡ്രജൻ ഇൻറ്റു 2 എത്രയാ 2 ആയി മാറി അല്ലേ. നേരത്തെ 1 ആയിരുന്നു, ഞാൻ 2 ഇട്ട് കൊടുത്തപ്പോൾ 2 ആയിട്ട് മാറി. അതേപോലെ തന്നെ 1 ക്ലോറിൻ ഇൻറ്റു 2 2 ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഈസി ആയിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റി അല്ലേ. H2 പ്ലസ് Cl2 gives 2HCl. That is the balanced chemical equation. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ബാലൻസ് ചെയ്യുക. ഞാൻ